ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രുദ്രയുടെ 6th മന്ത്, അതായത് ഒരു ഹാഫ് ബർത്ത്ഡേയുടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ടും ഡെക്കോറൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ വീഡിയോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് എന്താണ് പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടാണോ അതോ നിങ്ങൾ പുറത്ത് പോയിട്ട് ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ആയാലും ഫോട്ടോ എടുത്തതായാലും നമ്മളൊക്കെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അന്നൊരു വീഡിയോ ചെയ്യാമെന്നും തോന്നി. പക്ഷെ അന്നത് പറ്റിയില്ല, അതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ രുദ്രയുടെ ഈ ഒരു ഫോട്ടോ ഷൂട്ട് എന്തായാലും ഒന്ന് വീഡിയോ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഡെക്കറേഷൻസ്, അതായത് ലോ ബഡ്ജറ്റിൽ നമുക്ക് എല്ലാവർക്കും എന്നല്ല, ഇതും ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ടായിരിക്കും, എന്നാലും കുറച്ചൊക്കെ ഒരു ഒരു എന്താ പറയുക, സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡെക്കറേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഹാഫ് ബർത്ത്ഡേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാഫ് ബർത്ത്ഡേ എന്നുള്ളതിന് നമ്മൾ പേപ്പറിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ A4 സൈസിൻ്റെ വലുപ്പത്തിൽ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. 2 രൂപയാണ് ഒരു ഷീറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കളർ ചൂസ് ചെയ്തിട്ടുള്ളത് ലാവൻഡർ ആണ്. അപ്പം ലാവൻഡർ ചൂസ് ചെയ്യാൻ കാരണം ഞാനൊരു തീം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രുദ്രയുടെ എന്താ പറയുക, ഡ്രസ്സായാലും ഒക്കെ ഒരു ലാവൻഡർ ഷെയ്ഡ്, അതായത് കളേഴ്സ് എന്ന് പറയുന്നത് ലാവൻഡർ, പർപ്പിൾ, അതുപോലെ ഗോൾഡ്. അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരു തീമിലെ കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യണം. ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ, ഇത് കറക്റ്റ് ലെവൽ വേണം കേട്ടോ, ക്യാമറയിൽ നോക്കുമ്പോൾ ഇതിലേക്ക് ശ്രദ്ധ വെക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ സിമ്പിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. അതായത് ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങനൊരു ഷേപ്പ്, ഇങ്ങനൊരു വര, സാധാരണ പോലെ നമ്മൾ ഇങ്ങനൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തതാണ് ഇങ്ങനെ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതായത് കൺവിൻസ് ചെയ്യിപ്പിക്കുക എങ്ങനെ അറിയില്ല, അതെല്ലാം റെഡി ആയിട്ട് വരുമ്പോഴായിരിക്കും മനസ്സിലാവുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വരില്ലേ, അതിൽ ആ ഒരു സംഭവമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെയായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ഒരു 4 പീസ്, നമുക്ക് ഒരു A4 സൈസ് വലുപ്പത്തിലുള്ളതെന്ന് ഒരു 4 പീസായിട്ട് നമുക്ക് കിട്ടും. ഇത്രയെങ്കിലും വലുപ്പം ഏകദേശം വേണം. ഓക്കെ, എനിക്ക് ഈ പരിപാടിയൊന്നും ആധികാരികമായിട്ട് ചെയ്യാനൊന്നും അറിയില്ല. എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചെയ്യലാണ്. ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. സിമ്പിളായിട്ട്, അതായത് ഇങ്ങനെ കട്ട് ചെയ്യാം, അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റ് നോക്കാം. അപ്പം നമ്മൾ ഏകദേശം ഒരു അളവ് എടുത്തിട്ടാണല്ലോ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്തത് കട്ട് ചെയ്യണമെങ്കിൽ സെയിം അളവ് വേണ്ടേ? അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് അളക്കാനൊന്നും ഇപ്പോൾ ടൈമില്ല അല്ലേ? അപ്പോൾ അവൾ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത ആ പീസില്ലേ, ആദ്യം കട്ട് ചെയ്ത് അത് നമ്മൾ ഒന്നുകൂടെ ഇതിന് മുകളിൽ വെച്ചിട്ട് അടയാളം നമുക്ക് കിട്ടി. ഇത് കണ്ടില്ലേ, ഈ അടയാളം നമുക്ക് കിട്ടി. ഇനി ഇവിടെ കട്ട് ചെയ്താൽ മതി.
സിമ്പിൾ അല്ലേ? അപ്പോൾ മൊത്തത്തിൽ ഞാൻ 9 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതായത് ഹാഫ് എഴുതണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റും അതുപോലെ ബാക്കി ബർത്ത്ഡേ എന്നുള്ളതിന് ഒരു 8 ലെറ്റേഴ്സ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ എഴുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ നോക്കാം. ഇനിയുള്ളതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് ആണ്. അതായത് ഹാഫ് എന്നും അതുപോലെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. എന്നാലല്ലേ കാണുമ്പോൾ ഒരു എടുത്ത് കാണിക്കുള്ളൂ. സ്മോൾ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് മാർക്കർ ഉണ്ട് കയ്യിൽ. അപ്പോൾ നമുക്ക് നോക്കാം എഴുതിയിട്ട്. ഓക്കെ, നമ്മുടെ ഒരു ഐറ്റം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഹാങ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ചട്ട എടുത്തിട്ടുണ്ട്. അതായത് അച്ഛന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബോക്സിൻ്റെ ഒരു പീസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 6 എന്ന് പറയുന്ന ലെറ്റർ എഴുതാം. എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 6 എന്ന് പറയുന്നത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ ഇത് 6 ആയിട്ടൊന്നും തോന്നില്ലെങ്കിലും നമ്മളിതിൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതെന്തായാലും കുറച്ച് 6ൻ്റെ രൂപത്തിലേക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഇതിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഇതുപോലൊരു പീസ് എടുക്കുക. അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടായിട്ട് വീണ്ടും കട്ട് ചെയ്യാം. ഇതുപോലൊരു പീസ് കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മൾ വീണ്ടും രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇത് നമ്മളൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ മടക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ആ 6 എന്ന് എഴുതിയ ആ ഒരു ലെറ്ററിൻ്റെ ആ ഭാഗം അവിടെ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഒട്ടിക്കുക. അതത്ര ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മളിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ലാവൻഡർ ഷെയ്ഡ് കൂടാതെ പർപ്പിൾ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ പർപ്പിൾ കളറും കൂടെ ഉണ്ട്. അപ്പോൾ അതും ഈ ലാവൻഡർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരിക. അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നമുക്കതൊരു അട്രാക്ഷൻ ഇതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ വോളിൽ നമ്മൾ ഹാഫ് ബർത്ത്ഡേ എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ രുദ്രയുടെ ബാത്ത് ഡബ്ബാണ്. അതിൽ ഒരു പില്ലോ വെച്ചൊരു തലയിണ വെച്ചിട്ട് അതിന് മുകളിലൊരു സോഫ്റ്റ് ക്ലോത്ത് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബലൂൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് എന്ന് പറയുന്നത് ഡമ്മി കേക്കാണ്, തെർമോക്കോളാണ്. അതിൻ്റെ പുറമെ മാത്രമേ ഉള്ളൂ ക്രീം. ഇത് നമുക്ക് ചെയ്തു തന്നത് മോം ആൻഡ് മീ എന്ന് പറയുന്ന ഒരു കേക്ക് ഷോപ്പാണ്. അവിടുത്തെ ചേച്ചിയാണത് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഉമ്മറത്തിട്ട ഒരു മേശയുടെ മുകളിലാണ് നമ്മൾ ഇതുപോലൊരു ക്ലോത്ത് വിരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആരും ആ ഫോട്ടോ കണ്ടാൽ തോന്നില്ല അത് പുറത്തുനിന്ന് എടുത്താന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ ഇത്രയും ചെറിയൊരു സെറ്റപ്പിലാണ് ഇതൊക്കെ ചെയ്തത്. നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും രുദ്ര എന്ന് പറയണത് അവൾ ഒട്ടും കംഫർട്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അവൾ അതിൽ ഇരിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നെനിക്ക് മനസ്സിലായി, നമ്മുടെ ടൈമിനല്ല അവളുടെ ടൈമിനായിരുന്നു നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനൊരു മിസ്റ്റേക്ക് പറ്റി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ച് ഫോട്ടോസ്. അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്തു തന്നത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മക്കളായിട്ടുള്ള
വിശാഖും വിവേകും കൂടെയാണ് നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. അവർ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു, എന്നാലും നമ്മുടെ ഒരു കഷ്ടപ്പാടിനനുസരിച്ചിട്ട് വലിയ ഫോട്ടോസ് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അവളെ നിന്ന് തന്നില്ല, ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.